നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം. വളരെ പ്രധാനപ്പെട്ട ഇൻഫോർമേറ്റീവായ പുതിയ ഒരു വാർത്താ അപ്ഡേറ്റ്സിലേക്ക്. ജനുവരി മാസം, അതായത് ഈ ഒരു പുതുവർഷം ഇവിടെ ആരംഭിച്ചിരിക്കുകയാണ്. ഈ ഒരു പുതുവർഷത്തിൽ നിരവധി മാറ്റങ്ങളാണ് സംസ്ഥാനത്ത് വരാൻ പോകുന്നത്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഈ ഒരു ജനുവരി മാസത്തിൽ ശ്രദ്ധിച്ചിരിക്കേണ്ടതായിട്ടുള്ള വളരെ പ്രാധാന്യമുള്ള 8ഓളം അറിയിപ്പുകളുടെ വിശദ വിവരങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. വീഡിയോ അവസാനം വരെ കാണുക. മറ്റുള്ളവരിലേക്കും ഈ ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് എത്തിക്കുവാനും നിങ്ങൾ മറക്കരുത്. അപ്പോൾ നമുക്ക് വിശദമായിട്ടുള്ള പ്രധാനപ്പെട്ട അറിയിപ്പുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമതായി പങ്കുവെക്കുന്ന അറിയിപ്പ് പെൻഷൻ കൈപ്പറ്റുന്ന ആളുകൾ വളരെയധികം ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു അറിയിപ്പാണ്. അല്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ആളുകൾക്കൊക്കെ നിങ്ങളുടെ പെൻഷൻ നഷ്ടപ്പെടുന്ന സാഹചര്യമായിരിക്കും ഉണ്ടാവുക. അതായത് വിധവ പെൻഷൻ, അതുപോലെ തന്നെ അവിവാഹിത പെൻഷൻ എന്നിവ കൈപ്പറ്റുന്ന ഗുണഭോക്താക്കളാണെങ്കിൽ ജനുവരി മാസം 10-ാം തീയതിക്കുള്ളിൽ പുനർവിവാഹം ചെയ്തിട്ടില്ല എന്നുള്ള സാക്ഷ്യപത്രം സമർപ്പിച്ചിരിക്കണം. നിങ്ങൾ സാക്ഷ്യപത്രം സമർപ്പിച്ചില്ല എങ്കിൽ പെൻഷൻ തടയപ്പെടുന്ന സാഹചര്യമായിരിക്കും ഉണ്ടാവുക. നിലവിൽ 400 രൂപ വർദ്ധിപ്പിച്ച് 2000 രൂപയാണ് പെൻഷനായി വിതരണം ചെയ്യുന്നത്. ജനുവരി മാസത്തെ ഇനി 20-ാം തീയതിക്ക് ശേഷമായിരിക്കും ലഭിച്ചു തുടങ്ങുക. അടുത്തതായി ശ്രദ്ധിച്ചിരിക്കേണ്ട മറ്റൊരു അറിയിപ്പ് BPL വിഭാഗത്തിന് ലഭിക്കുന്ന ഒരു സൗജന്യ ആനുകൂല്യമാണ്. അതുകൊണ്ട് തന്നെ തീർച്ചയായും ഇവ നഷ്ടപ്പെടുത്തരുത്. മറ്റുള്ള BPL വിഭാഗങ്ങളിലേക്കും ഈ ഇൻഫർമേഷൻ എത്തുന്നതിന് വേണ്ടി ഈ ഒരു അറിയിപ്പ് ഷെയർ ചെയ്യുവാനും നിങ്ങൾ മറക്കരുത്. കേരള വാട്ടർ അതോറിറ്റി BPL വിഭാഗത്തിൽപ്പെടുന്ന ഉപഭോക്താക്കൾക്ക് നൽകുന്ന സൗജന്യ കുടിവെള്ള ആനുകൂല്യം ലഭിക്കുന്നതിനായി ജനുവരി 1 മുതൽ 31 വരെ അപേക്ഷിക്കാവുന്നതാണ്. പ്രതിമാസം 15,000 ലിറ്റർ വരെ മാത്രം ജല ഉപഭോഗമുള്ള BPL വിഭാഗത്തിൽ പെടുന്നവർക്കാണ് ഈ ഒരു ആനുകൂല്യം അനുവദിക്കുന്നത്. 2026-ൽ BPL ആനുകൂല്യം ലഭിക്കുന്നതിനായി നിലവിൽ ആനുകൂല്യം ലഭിച്ചുകൊണ്ടിരിക്കുന്നവരും പുതിയതായി ആനുകൂല്യം ആവശ്യമുള്ളവരും അപേക്ഷ നൽകിയിരിക്കണം. ജനുവരി 31-ന് മുൻപായി www.bplapp.kwa.kerala.government.in എന്ന ഓൺലൈൻ വെബ് പോർട്ടൽ വഴി വേണം ഈ ഒരു അപേക്ഷ നൽകാൻ. ഇതുമായി ബന്ധപ്പെട്ടുള്ള വിശദ വിവരങ്ങൾ നിങ്ങൾക്ക് വെബ്സൈറ്റിൽ ലഭ്യമാണ്. അതിനായി www.janakshemamedia.com എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുവാനും മറക്കരുത്. അടുത്ത അറിയിപ്പ് ആധാറുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ ആധാർ ഉള്ള ആളുകൾ എല്ലാവരും തന്നെ ഇനി പറയുന്ന കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. പേര്, മേൽവിലാസം, ആധാർ നമ്പർ ഇതൊന്നും തന്നെ ഇനി ആധാർ കാർഡിൽ ഉണ്ടാവുകയില്ല. കാർഡ് ഉടമയുടെ ഫോട്ടോയും QR കോഡും മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്നുള്ളതാണ് പുതിയ അറിയിപ്പ്. ഈ രീതിയിൽ ആധാർ കാർഡ് രൂപകൽപ്പന ചെയ്യുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചു. സ്വകാര്യത സംരക്ഷിക്കാനും ആധാർ കാർഡ് ദുരുപയോഗം ചെയ്യപ്പെടുന്നത് തടയാനും ഓഫ്ലൈൻ വെരിഫിക്കേഷൻ തടയുന്നതുമാണ് പുതിയ മാറ്റങ്ങൾ കൊണ്ട് ലക്ഷ്യം വെക്കുന്നത്. 2025 ഡിസംബറിൽ തന്നെ പുതിയ മാറ്റങ്ങൾ അവതരിപ്പിച്ചിരിക്കുകയാണ്. ഇനി ജനുവരി മാസം മുതൽ ഇവ ലഭ്യമായി തുടങ്ങും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഓഫ്ലൈൻ ആധാർ പരിശോധന തടയുന്നതിനും ഉപഭോക്താവിന്റെ സ്വകാര്യത ഉറപ്പാക്കുന്നതിനും പുതിയ മാറ്റങ്ങൾ സഹായിക്കുമെന്നാണ് കരുതപ്പെടുന്നത്. ആധാർ നിയമം അനുസരിച്ച് ഓഫ്ലൈൻ വെരിഫിക്കേഷനായി ഒരു വ്യക്തിയുടെ ആധാർ നമ്പറോ ബയോമെട്രിക് ഡാറ്റയോ ശേഖരിക്കുന്നതും ഉപയോഗിക്കുന്നതും അവ സൂക്ഷിക്കുന്നതും നിരോധിച്ചിരിക്കുകയാണ്. എന്നാൽ ഇപ്പോഴും ആധാർ കാർഡുകളുടെ ഫോട്ടോ കോപ്പികൾ ശേഖരിച്ച് സൂക്ഷിക്കുന്നത് പലരും തുടരുന്നുണ്ട്. ഇതിനെ ചെറുക്കുന്നതിനായാണ് പുതിയ മാറ്റങ്ങൾ കൊണ്ടുവരുന്നത്. ആധാർ പരിശോധനയ്ക്കുള്ള നിയമങ്ങൾ പ്രകാരം UIDAI അംഗീകൃത സ്ഥാപനങ്ങൾക്കും ബാങ്കുകൾക്കും മാത്രമേ ആധാർ പരിശോധിക്കാൻ അനുമതിയുള്ളൂ. അതുകൂടാതെ ഉപഭോക്താക്കൾക്ക് ബയോമെട്രിക് വിവരങ്ങൾ ലോക്ക് ചെയ്തു വെക്കാനും സാധിക്കും. OTP പരിശോധന മാത്രമേ ആധാർ പരിശോധന നടത്തുമ്പോൾ പ്രവർത്തിക്കൂ എന്ന് ഉറപ്പുവരുത്താൻ ഇത് സഹായിക്കുകയും ചെയ്യും. അതായത് ജനുവരി മാസത്തിൽ ശ്രദ്ധിച്ചിരിക്കേണ്ടത്, ജനുവരി മാസത്തെ റേഷൻ വിതരണം 3-ാം തീയതി മുതൽ ആരംഭിക്കുകയാണ്. അതായത് ശനിയാഴ്ച ദിവസം മുതലാണ് ജനുവരി മാസത്തെ റേഷൻ ലഭിച്ചു തുടങ്ങുക. 2026 ജനുവരി, ഫെബ്രുവരി, മാർച്ച് മാസങ്ങളിലെ, അതായത് ഈ ഒരു ക്വാർട്ടറിൽ വൈദ്യുതി ഉള്ള വീടുകളിലെ AY കാർഡിന് ആകെ 1 ലിറ്റർ മണ്ണെണ്ണ ലഭിക്കും. PHH, NPS, NPNS കാർഡുകൾക്ക് ആകെ 1/2 ലിറ്റർ മണ്ണെണ്ണയാണ് ലഭിക്കുക. ഇനി വൈദ്യുതി ഇല്ലാത്ത വീടുകളിലെ കാർഡുകൾക്ക് ആകെ 6 ലിറ്റർ മണ്ണെണ്ണയും ലഭിക്കും. അന്ത്യോദയ AY കാർഡിന് 30 കിലോ അരിയും 2 കിലോ ഗോതമ്പും സൗജന്യമായും 3 പാക്കറ്റ് ആട്ട 7 രൂപ നിരക്കിലും 1 കിലോ പഞ്ചസാര 27 രൂപയ്ക്കും ലഭിക്കും. PHH പിങ്ക് കാർഡിലെ ഓരോ അംഗത്തിനും 4 കിലോ അരിയും 1 കിലോ ഗോതമ്പും സൗജന്യമായി ലഭിക്കും. കാർഡിന് അനുവദിച്ചിട്ടുള്ള ആകെ ഗോതമ്പിന്റെ അളവിൽ നിന്നും 4 കിലോ കുറച്ച് അതിന് പകരം 4 പാക്കറ്റ് ആട്ട 9 രൂപ നിരക്കിൽ ലഭിക്കുന്നതാണ്. NPS കാർഡിലെ ഓരോ അംഗത്തിനും 2 കിലോ അരി വീതം കിലോയ്ക്ക് 4 രൂപ നിരക്കിലാണ് ലഭിക്കുക. അതാത് താലൂക്കിലെ സ്റ്റോക്ക് അനുസരിച്ച് കാർഡിന് 1 കിലോ മുതൽ 2 കിലോ വരെ ആട്ട കിലോയ്ക്ക് 17 രൂപ നിരക്കിലും ലഭിക്കും. NPNS വെള്ള കാർഡിന് 2 കിലോ അരി കിലോയ്ക്ക് 10 രൂപ 90 പൈസ നിരക്കിൽ ലഭിക്കും. അതാത് താലൂക്കിലെ സ്റ്റോക്കിനനുസരിച്ച് കാർഡിന് 1 കിലോ മുതൽ 2 കിലോ വരെ ആട്ട കിലോയ്ക്ക് 17 രൂപ നിരക്കിലും ലഭിക്കുന്നതാണ്. നാളെ 2-ാം തീയതി മന്നൻ ജയന്തി കണക്കിലെടുത്ത് അവധിയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് 3-ാം തീയതി മുതൽ ജനുവരി മാസത്തെ റേഷൻ വിതരണം ആരംഭിക്കുന്നത്. അടുത്തതായി നിരവധി ആളുകളാണ് കമന്റിലൂടെ സംശയങ്ങൾ ഉന്നയിച്ചിരിക്കുന്നത്. സംസ്ഥാനത്ത് 1000 രൂപ വിതരണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതും സ്ത്രീകൾക്കാണ് ഈ ഒരു ആനുകൂല്യം ലഭിക്കുക.
അപ്പോൾ ആർക്കൊക്കെയാണ് ഈ ഒരു സഹായം ലഭിക്കുക, ഇതിന്റെ അപേക്ഷകളെ സംബന്ധിച്ചുള്ള വിശദ വിവരങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത്, അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ കാര്യങ്ങളാണ് പങ്കുവെക്കുന്നത്. കേരള സർക്കാരിന്റെ സ്ത്രീ സുരക്ഷാ പദ്ധതിയുടെ ഗുണഭോക്താക്കളാകുന്നതിന് വേണ്ടിയുള്ള അപേക്ഷകൾ ഇപ്പോൾ സ്വീകരിച്ചു തുടങ്ങിയിട്ടുണ്ട്. സംസ്ഥാനത്തെ സ്ത്രീകളുടെ ക്ഷേമം ഉറപ്പാക്കുന്നതിനായി കേരള സർക്കാർ ആരംഭിച്ച സ്ത്രീ സുരക്ഷാ പദ്ധതിയിലൂടെയാണ് 1000 രൂപ വീതം പ്രതിമാസം ലഭിക്കുന്ന പദ്ധതിയിലേക്ക് അപേക്ഷകൾ ആരംഭിച്ചിരിക്കുന്നത്. തദ്ദേശ സ്വയംഭരണ വകുപ്പ് പ്രിൻസിപ്പൽ ഡയറക്ടറാണ് ഇക്കാര്യങ്ങൾ അറിയിച്ചിരിക്കുന്നത്. ksmart.lsgkerala.government.in എന്ന വെബ്സൈറ്റ് മുഖേനയാണ് അപേക്ഷകൾ നൽകേണ്ടത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ സെക്രട്ടറികൾക്കാണ് അപേക്ഷകൾ സമർപ്പിക്കേണ്ടത്. ഇതിനായി തദ്ദേശ വാർഡ് മെമ്പർമാരെ സമീപിച്ച് സഹായം തേടാവുന്നതാണ്. അല്ല എങ്കിൽ പഞ്ചായത്തിൽ നേരിട്ട് ചെന്നും നിങ്ങൾക്ക് ഇക്കാര്യങ്ങൾ ആവശ്യപ്പെടുകയും ചെയ്യാം. പഞ്ചായത്തുകളിൽ ഹെൽപ്പ് ഡെസ്കുകൾ ഉണ്ടായിരിക്കും. അത്തരത്തിലുള്ള ആളുകളുടെ സഹായം തേടുകയും ചെയ്യാം. അപേക്ഷ സ്വീകരിച്ച് മാനദണ്ഡങ്ങളെല്ലാം പാലിക്കുന്ന വ്യക്തികളാണെങ്കിൽ നിങ്ങളുടെ അക്കൗണ്ടുകളിലേക്ക് 1000 രൂപ പ്രതിമാസം ലഭ്യമായി തുടങ്ങും. മറ്റു ക്ഷേമ പദ്ധതികളിലൊന്നും ഈ ഒരു ഗുണഭോക്താവ് അംഗമാവാൻ പാടില്ല. അന്ത്യോദയ അന്ന യോജന, അതായത് മഞ്ഞ റേഷൻ കാർഡ് അല്ലെങ്കിൽ മുൻഗണനാ വിഭാഗത്തിൽ വരുന്ന പിങ്ക് റേഷൻ കാർഡ്, ഇവയിൽ ഉൾപ്പെടുന്നവരുമായ 35 വയസ്സിനും 60 വയസ്സിനും ഇടയിൽ പ്രായമുള്ള സ്ത്രീകൾക്കാണ് അർഹതയുള്ളത്. ഈ വിഭാഗത്തിൽ വരുന്ന ട്രാൻസ് സ്ത്രീകൾക്കും അപേക്ഷകൾ സമർപ്പിക്കാൻ സാധിക്കും. അപേക്ഷകർ അവരുടെ യോഗ്യത സ്ഥിരീകരിക്കുന്ന സത്യവാങ്മൂലം സമർപ്പിക്കണം. കൂടാതെ അപേക്ഷകർ കേരളത്തിലെ സ്ഥിര താമസക്കാരുമായിരിക്കണം. വിധവ, അവിവാഹിത, വികലാംഗ, സാമൂഹ്യക്ഷേമ സർവീസ്, കുടുംബ പെൻഷൻ അല്ലെങ്കിൽ ക്ഷേമ ബോർഡ് പെൻഷനുകൾ അല്ലെങ്കിൽ EPF പെൻഷൻ എന്നിവ ഇതിനകം സ്വീകരിക്കുന്ന വ്യക്തികൾക്ക് യോഗ്യത ഉണ്ടായിരിക്കുകയില്ല. കേരളത്തിന് പുറത്തേക്ക് പോവുകയോ ഏതെങ്കിലും കേന്ദ്ര സംസ്ഥാന സ്വയംഭരണ അല്ലെങ്കിൽ ഗ്രാന്റ് ഇൻ എയ്ഡ് സ്ഥാപനത്തിലോ പദ്ധതിയിലോ സ്ഥിരമായോ താൽക്കാലികമായോ ജോലി നേടുകയോ ചെയ്യുന്ന ഗുണഭോക്താക്കൾക്ക് യോഗ്യത നഷ്ടപ്പെടും. എന്നിരുന്നാലും സ്വകാര്യ സ്ഥാപനങ്ങളിലെ തൊഴിൽ അപേക്ഷകരെ അയോഗ്യരാക്കുകയില്ല. റേഷൻ കാർഡുകൾ നീല വെള്ള നിറമായി തരം മാറ്റപ്പെട്ടാലും പിന്നീട് നിങ്ങൾക്ക് ഈ ഒരു ആനുകൂല്യം ലഭ്യമാവുന്നതല്ല. 1 മാസത്തിൽ കൂടുതൽ റിമാൻഡ് ചെയ്തതോ ജയിലിൽ കഴിയുന്നതോ ആയവർക്കും യോഗ്യത നഷ്ടപ്പെടും. അപേക്ഷകൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ സെക്രട്ടറിക്ക് നേരിട്ട് നൽകുക. അല്ല എന്നുണ്ടെങ്കിൽ ഓൺലൈനായും അപേക്ഷകൾ സമർപ്പിക്കാം. പഞ്ചായത്ത് മുഖേനയും മെമ്പർമാരുടെ സഹായത്താലൊക്കെ നിങ്ങൾക്ക് ഇതിനുള്ള അപേക്ഷകൾ സമർപ്പിക്കാൻ സാധിക്കും. അടുത്തതായി ശ്രദ്ധിച്ചിരിക്കേണ്ട അറിയിപ്പ്, കേരളത്തിലെ യുവതി യുവാക്കളിൽ നൈപുണ്യ പരിശീലനത്തിൽ പങ്കെടുക്കുന്നവർക്കും മത്സര പരീക്ഷകൾക്കായി തയ്യാറെടുക്കുന്നവർക്കും പ്രതിമാസം 1000 രൂപ സാമ്പത്തിക സഹായം നൽകുന്ന മുഖ്യമന്ത്രിയുടെ കണക്ട് ടു വർക്ക് പദ്ധതിയിലേക്ക് അപേക്ഷകൾ ക്ഷണിച്ചു. employment.kerala.government.in എന്ന പോർട്ടൽ മുഖേന ഓൺലൈനായി മാത്രമേ അപേക്ഷകൾ നൽകാൻ സാധിക്കൂ. കേരളത്തിൽ സ്ഥിര താമസക്കാരായ 18 വയസ്സ് പൂർത്തിയായവരും 30 വയസ്സ് കവിയാത്തവരുമായിരിക്കണം അപേക്ഷകർ. കുടുംബ വാർഷിക വരുമാനം 1 ലക്ഷം രൂപയിൽ കവിയാനും പാടില്ല. കേന്ദ്ര സംസ്ഥാന സർക്കാർ വകുപ്പുകൾ, കേന്ദ്ര സംസ്ഥാന പൊതുമേഖലാ സ്ഥാപനങ്ങൾ, കേന്ദ്ര സംസ്ഥാന പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ അനുബന്ധ സ്ഥാപനങ്ങൾ, രാജ്യത്തെ അംഗീകൃത സർവകലാശാലകൾ, അതുപോലെ തന്നെ DIM സർവകലാശാലകൾ, നിലവിൽ പ്രവർത്തിച്ചു വരുന്ന അംഗീകൃത സ്വകാര്യ സ്ഥാപനങ്ങൾ എന്നിവിടങ്ങളിൽ നൈപുണ്യ പരിശീലനം നടത്തുന്നവരോ UPSC, സംസ്ഥാന PSC, സർവീസ് സെലക്ഷൻ ബോർഡ്, കര, നാവിക, വ്യോമസേന, ബാങ്ക്, റെയിൽവേ, മറ്റ് കേന്ദ്ര സംസ്ഥാന പൊതുമേഖലാ റിക്രൂട്ട്മെന്റ് ഏജൻസികളോ നടത്തുന്ന മത്സര പരീക്ഷകൾക്ക് അപേക്ഷ സമർപ്പിച്ച് മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവരോ ആയിരിക്കണം അപേക്ഷകർ. അപേക്ഷ ലഭിക്കുന്ന തീയതിയുടെ മുൻഗണനാ ക്രമത്തിലാണ് ഈ ഒരു സാമ്പത്തിക സഹായം നൽകി വരുന്നത്. നൈപുണ്യ പരിശീലനം, മത്സര പരീക്ഷാ പരിശീലനം എന്നിങ്ങനെ ഏത് വിഭാഗത്തിലായാലും ഒരു വ്യക്തിക്ക് ഒരു തവണ പരമാവധി ആകെ 12 മാസത്തേക്ക് മാത്രമേ ഈ ഒരു സ്കോളർഷിപ്പ് ലഭിക്കുകയുള്ളൂ. വിധവ പെൻഷൻ, വികലാംഗ പെൻഷൻ മുതലായവ ഏതെങ്കിലും സാമൂഹ്യക്ഷേമ പെൻഷനുകൾ, വിവിധ തരം സർവീസ് പെൻഷനുകൾ, കുടുംബ പെൻഷൻ, ക്ഷേമനിധി ബോർഡുകളിൽ നിന്നുള്ള കുടുംബ പെൻഷൻ, EPF പെൻഷൻ മുതലായവ ലഭിക്കുന്നവർക്ക് പദ്ധതിയുടെ ആനുകൂല്യം ലഭിക്കുന്നതല്ല. കേന്ദ്ര സംസ്ഥാന സർക്കാർ വകുപ്പുകൾ അല്ലെങ്കിൽ സ്ഥാപനങ്ങൾ തുടങ്ങിയവ വിതരണം ചെയ്യുന്ന മറ്റൊരു സ്കോളർഷിപ്പ് ലഭിക്കുന്നവർക്ക് ഈ ഒരു പദ്ധതിയുടെ ആനുകൂല്യം ലഭിക്കുകയില്ല. കൂടാതെ നൈപുണ്യ വികസന പരിശീലന കോഴ്സ് അല്ലെങ്കിൽ മത്സര പരീക്ഷാ പരിശീലനങ്ങൾക്കല്ലാതെ മറ്റു കോഴ്സുകളായ NEET, SET, NET തുടങ്ങിയ പ്രവേശന എലിജിബിലിറ്റി ടെസ്റ്റുകൾക്ക് പരിശീലിപ്പിക്കുന്നവർക്കും കേന്ദ്ര സംസ്ഥാന സർക്കാർ സർവീസിലോ സർക്കാർ ഉടമസ്ഥതയിലുള്ള സ്ഥാപനങ്ങളിലോ സർവകലാശാലകളിലോ സ്ഥിരമായോ കരാർ അടിസ്ഥാനത്തിലോ ജോലി ചെയ്യുന്നവർക്കും പദ്ധതിയുടെ ആനുകൂല്യം ലഭിക്കില്ല. അപേക്ഷ സമർപ്പിക്കുന്നവർ ജനന സർട്ടിഫിക്കറ്റ്, SLC സർട്ടിഫിക്കറ്റ്, വിദ്യാഭ്യാസ യോഗ്യത സർട്ടിഫിക്കറ്റുകൾ, വോട്ടർ ID, സ്കൂൾ സർട്ടിഫിക്കറ്റ്, പാസ്പോർട്ട്, ഡ്രൈവിംഗ് ലൈസൻസ്, വരുമാന സർട്ടിഫിക്കറ്റ്, ബാങ്ക് പാസ്ബുക്കിന്റെ പകർപ്പ് എന്നിവ ഹാജരാക്കണം. നൈപുണ്യ പരിശീലനത്തിൽ പങ്കെടുക്കുന്നവർ പരിശീലന സ്ഥാപന മേധാവി നൽകുന്ന സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ സത്യവാങ്മൂലം എന്നിവ, മത്സര പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർ മത്സര പരീക്ഷയ്ക്ക് അപേക്ഷിച്ച വിവരം എന്നിവ സമർപ്പിക്കുകയും വേണം. അപേക്ഷയോടൊപ്പം അപേക്ഷകർ പദ്ധതി മാനദണ്ഡങ്ങളുടെ പരിധിയിൽ വരുന്നുണ്ടെന്ന് കാണിക്കുന്ന സ്വയം സാക്ഷ്യപ്പെടുത്തിയ ഒരു സത്യപ്രസ്താവന കൂടി നൽകേണ്ടതുണ്ട്.
പൊതുജനങ്ങൾ എല്ലാവരും തന്നെ ഈ ഒരു ജനുവരി മാസത്തിൽ ശ്രദ്ധിച്ചിരിക്കേണ്ടതായിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളുടെ വിശദ വിവരങ്ങളാണ് പങ്കുവച്ചത്. മറ്റുള്ളവരിലേക്കും ഈ ഇൻഫർമേഷൻ ഷെയർ ചെയ്തെത്തിക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റിലൂടെ എഴുതി അറിയിക്കുക. പുതിയൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും അനൂപ് സൈനിങ് ഓഫ്.